ഹായ് ഫ്രണ്ട്സ്, കൊച്ചി നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിന്റെ ഒരു റിക്രൂട്ട്മെന്റ് വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. അപ്പൊ അതിലേക്ക് അപേക്ഷ നൽകിയവരാണ് ഈ വീഡിയോ കാണേണ്ടത്. കാരണം അതിലേക്കുള്ള കോൾ ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ കോൾ ലെറ്റർ മെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ മെയിലും അതോടൊപ്പം തന്നെ കോൾ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇതായിരുന്നു നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വെച്ച് അപേക്ഷ നൽകിയതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൽ നോക്കാം. അപ്പൊ നിങ്ങൾ പോസ്റ്റലായിട്ടൊക്കെയാണ് അയച്ചിട്ടുണ്ടായിരിക്കുക. ഇതാണ് കൊച്ചി നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ്, അതുപോലെ തന്നെ നേവൽ എയർക്രാഫ്റ്റ് യാർഡിലേക്ക് കൊച്ചിയിലെ ഈ ഒരു നേവൽ ഷിപ്പ് യാർഡിലേക്കുള്ള അപേക്ഷ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടതിൽ പ്രയോജനമില്ല. അപ്പോൾ ഇതിലേക്കുള്ള കോൾ ലെറ്റർ നമുക്ക് മെയിൽ വഴിയാണ് വന്നിരിക്കുന്നത്. അപ്പം മെയിലൊന്ന് ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് മെയിൽ വന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് മെയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, റിട്ടൺ എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ ഓൺ 18th October 2022 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 18th എന്നുള്ളടത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് 20 ആകാം, 21 ആകാം. അപ്പൊ അത് ഡേറ്റ് നിങ്ങൾ നോക്കണം. അതായത് വിവിധ ട്രേഡ് വൈസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത്. എല്ലാ ട്രേഡിനും ഒരേ സമയത്തല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പലർക്കും പല ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിലിലെ ഡേറ്റ് ഏതാണോ ആ ഡേറ്റിലാണ് നിങ്ങൾ അതിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിന്റെ സമയമൊക്കെ ഇതിന്റെ PDF ഉണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മെയിലിൽ എന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം 18 October ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഡിയർ കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ഒക്കെ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷനും ഇന്റർവ്യൂവിനും നമ്മൾ എലിജിബിൾ ആണ് എന്ന് ജസ്റ്റ് നമ്മൾ ഇൻഫോം ചെയ്യുന്ന ഒരു മെസ്സേജ് ആണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേര് അഡ്രസ് ഒക്കെ അതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു കോൾ ലെറ്റർ ആണ്. അപ്പൊ അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ അതിൽ ഒട്ടിച്ചിട്ട് ഒന്നെങ്കിൽ ഗസറ്റഡ് ഓഫീസറെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ ITI പഠിച്ച സ്ഥാപനത്തിൽ ഹെഡിനെ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്, ഒരു ഇമെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ അവരുടെ അഡ്രസ് കാണാം, നേവൽ ബേസ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അഡ്രസ് ഒക്കെ കാണാം. അപ്പൊ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് മെയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം PDF കാണാം. ഈ PDF നമ്മൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ ഈ ഡൗൺലോഡ് ചെയ്ത് PDF ഒന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, ഇതാണ് വന്നിരിക്കുന്ന PDF. അപ്പൊ ഈ PDF എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്, ഫാക്സ് നമ്പർ ഉണ്ട്. ഓക്കെ, പിന്നെ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നേവൽ ബേസ് കൊച്ചി പിൻകോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സെൻഡ് ചെയ്തിരിക്കുന്ന ആ മെസ്സേജ്, നമുക്ക് ഈ ഒരു മെയിൽ വന്നിരിക്കുന്ന ഡേറ്റ് ആണെന്ന് തോന്നുന്നു, 3 October 2022 എന്നുള്ളത്. പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ പേര് കൊടുക്കണം, പിന്നെ നമ്മുടെ ഫാദറിന്റെ പേര്, പിന്നെ നമ്മുടെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒട്ടിക്കണം. അപ്പോൾ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ ഗസറ്റഡ് ഓഫീസറെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ITIയിലെ ആ ഒരു ഹെഡിനെ കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കണം. അതിന് മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, റിട്ടൺ എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ ഫോർ എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസസ് അറ്റ് NSRY ആൻഡ് NAY കൊച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിലേക്കുള്ള ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലുള്ള റിട്ടൺ എക്സാമിനേഷന്റെയും ഇന്റർവ്യൂവിന്റെ ഒരു കോൾ ലെറ്റർ ആണ്. അപ്പൊ ഡിയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ്ങും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു PDF വന്നിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്നുണ്ട്, ആ ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്ക്രീനിങ്ങിൽ നമ്മൾ എന്താണ് എലിജിബിൾ ആണെന്ന് കണ്ടത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷനും ഇന്റർവ്യൂവിനും പങ്കെടുക്കാനുള്ള കോൾ ലെറ്റർ നമുക്ക് അയച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം ഉദ്യോഗാർത്ഥി അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിൽ മുൻപ് ഏതെങ്കിലും അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ചെയ്തവരോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ നൽകാൻ യോഗ്യതയില്ലാന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നാലാമതായിട്ട് നിങ്ങൾക്ക് കാണാം, റിട്ടൺ ടെസ്റ്റ് വിൽ ബി കണ്ടക്ടഡ് ഓൺ ഒപ്റ്റിമൽ മാർക്ക് റീഡർ. അതായത് OMR ഷീറ്റിന്റെ ഒരു റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും നമുക്ക് നടത്തുക. OMR ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള, അല്ലാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കില്ല. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട്. അതായത് MCQ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ഓപ്ഷൻ വെച്ചിരും. അപ്പൊ അതിൽ നിങ്ങൾ ജസ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ടൈം ജസ്റ്റ് ചൂസ് ചെയ്യുക, ഏതാണ് ശരിയായ ഉത്തരം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധാ PSC ഒക്കെ പോലെ. മാക്സിമം നമുക്ക് 75 മാർക്കിനായിരിക്കും ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സാം എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഏരിയാസ് ആണ് വരുന്നത്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതിന് 10 മാർക്കാണ് അതിൽ വരുന്നത്. ട്രേഡ് തിയറി വരുന്നുണ്ട്. ട്രേഡ് തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ITIയിൽ ഏതാണോ നിങ്ങളുടെ ട്രേഡ് അതിന്റെ തിയറി ബേസ് ചെയ്തിട്ട് 30 മാർക്കിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പിന്നെ മാത്തമാറ്റിക്സ് വരുന്നുണ്ട് 10 മാർക്ക്. പിന്നെ ജനറൽ സയൻസിന് ഒരു 10 മാർക്ക് വരുന്നുണ്ട്. ജനറൽ നോളജ് 15 മാർക്ക്. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ജനറൽ സയൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങളൊക്കെ
ഒക്കെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. മറ്റേ ട്രേഡ് തിയറി ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് ആ 30 നിങ്ങൾ നേടാൻ ശ്രമിക്കുക. അതുപോലെ ഇംഗ്ലീഷിലൊക്കെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ 10 മാർക്ക് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സും നിങ്ങൾ മാർക്ക് കളയരുത്. അപ്പൊ അങ്ങനെ ഇതിലൊക്കെ നമ്മൾ ജസ്റ്റ് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ജി കെ എന്ന് പറയുന്നത് ഇപ്പൊ ഏത് മേഖല വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതില് നമ്മൾ ഒരു അത്യാവശ്യം നിങ്ങൾക്കൊരു ജി കെ നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ രക്ഷപ്പെടുന്നുള്ളൂ. അങ്ങനെ ടോട്ടൽ 75 മാർക്കാണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരസ്പരം മെറ്റീരിയൽ ഒക്കെ ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ 15 മാർക്കിന് ഇന്റർവ്യൂ ആയിരിക്കും. അപ്പൊ ഇന്റർവ്യൂലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ സ്പോർട്സും അതുപോലെ തന്നെ NCC ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് ഒരു വെയിറ്റേജ് ആയിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ അത് ഇൻഡിവിജ്വലിന്റെ ആ ഒരു പെർഫോമൻസ്, സ്പോർട്സിൽ ഏത് ലെവൽ വരെ അതുപോലെ NCCയിൽ ഏത് ലെവൽ വരെ എന്നുള്ളത് അനുസരിച്ച് ഒക്കെ അതിനനുസരിച്ചായിരിക്കും ആ ഒരു മാർക്ക് ലഭിക്കുക. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് NCCയിലോ സ്പോർട്സിലൊക്കെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോകുക. ഇനി ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ നിശ്ചിതമായ ടൈം പറയും. ആ ടൈം ഇവിടെ PDF കൊടുത്തിട്ടുണ്ട്. ആ ടൈം കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് നമ്മളെ പെർമിറ്റ് ഇല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഇതിന്റെ യാത്ര ചെലവ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. യാതൊരു ടി അങ്ങനെ ഒന്നും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വെറുതെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയാൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റ് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എന്തായാലും നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടി വരിക എന്നുള്ള ജസ്റ്റ് ഒന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SSLC സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ ITI സർട്ടിഫിക്കറ്റും വേണം. ITIന്റെ മാർക്ക് ഷീറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് ക്യാരക്ടർ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ആണ്. അപ്പൊ നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന അതിന്റെ കോപ്പിയാണ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒറിജിനൽ നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്ക് വേറെ രക്ഷയില്ല. പിന്നെ വരുന്നത് NCC അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ വേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് SC/ST OBC ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ അതോടൊപ്പം തന്നെ ഈ പോസ്റ്റില് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യുക, അവരുടെ നിശ്ചിതമായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് തയ്യാറാക്കിയിരിക്കുന്ന ആ രീതിയിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, അവർ കൊണ്ടുപോവുക. പിന്നെ വരുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക. പിന്നെ വരുന്നത് മെഡിക്കൽ ആൻഡ് മെന്റൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് അത് തയ്യാറാക്കി എടുത്താൽ മതി. നിങ്ങളുടെ സമീപത്തുള്ള മെഡിക്കലി അതുപോലെ മെന്റലി ഒക്കെ നമ്മൾ ഫിറ്റ് ആണെന്ന് തെളിയിക്കുന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിനൊരു നിശ്ചിതമായുള്ള മാതൃക ഒക്കെ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് തയ്യാറാക്കിയാൽ മതി. പിന്നെ വരുന്നത് COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. പിന്നെ വേണ്ടത് 2 ഫേസ് മാസ്ക് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഹാൻഡ് സാനിറ്റൈസർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ഫുഡും വാട്ടറും നിങ്ങൾ കരുതണം എന്ന് പറയുന്നുണ്ട്. കാരണം അപ്പൊ റിട്ടൺ എക്സാമിനേഷന്റെ ആ സമയത്തേക്കൊക്കെ നിങ്ങൾക്ക് ഈ നേവൽ ബേസിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ പുറത്തേക്ക് വിടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഭക്ഷണം അതുപോലെ വെള്ളമൊക്കെ നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സ്, മൊബൈൽ ഫോൺ, അതുപോലെ കാൽക്കുലേറ്റർ അങ്ങനെ ഇലക്ട്രോണിക്സ് ഡിവൈസ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് കടത്തില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നേവൽ ബേസിന്റെ ഉള്ളിലേക്ക് കടത്തില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്മാർട്ട് വാച്ച് അങ്ങനെ ഒന്നും കെട്ടിപ്പോകാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓക്കെ. അപ്പൊ മൊബൈൽ ഫോണൊക്കെ നിങ്ങൾ കൊണ്ടുപോകാത്താണ് നല്ലത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതിലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും അപാകതകൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന അപേക്ഷകളെല്ലാം നിരസിക്കും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സാം എഴുതാനുള്ള റൈറ്റിംഗ് പാഡ് കൊണ്ടുപോകണം. പിന്നെ ബ്ലാക്ക് ബോൾ പെന്ന് വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പെൻസിൽ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കും പ്രത്യേകം പറയുന്നുണ്ട്. അത് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റില്ല. ഓരോ ഉദ്യോഗാർത്ഥികളുടെ കയ്യിലും ഓരോന്നും വേണം. ഇനി അടുത്തതായിട്ട് ഇവിടെ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് വെൽഡർ, ഷീറ്റ് മെറ്റൽ വർക്കർ, അതുപോലെ ഇവിടെ കുറച്ച് ട്രേഡ് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ടൂൾ ആൻഡ് ഡൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ട് മെക്കാനിക്കൽ, ഓട്ടോ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ട്രേഡ് തുടങ്ങിയിട്ടുള്ള ട്രേഡിന്റെ ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിലിൽ ഇത് വേറെ ആയിരിക്കാം. ഓക്കെ. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡിന് ഒരു ദിവസം എന്നുള്ള ലെവലിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിലുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് ടു റിപ്പോർട്ട് ടു ഡ്യൂട്ടി സ്റ്റാഫ് ആണ്. അപ്പൊ അവിടെ ആരാണോ ഡ്യൂട്ടി ഉണ്ടായിരിക്കുന്നത്, അതായത് മലബാർ ഗേറ്റ് നേവൽ ബേസിന്റെ കൊച്ചിയിലെ നേവൽ ബേസിന്റെ മലബാർ ഗേറ്റില് ആ സമയത്ത് ആരാണോ ഡ്യൂട്ടി സ്റ്റാഫ് എന്ന് വെച്ചാൽ ആ ഡ്യൂട്ടി സ്റ്റാഫിന്റെ അടുത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. നേവൽ ബേസിന്റെ മലബാർ ഗേറ്റിന്റെ അവിടെ ഡ്യൂട്ടി സ്റ്റാഫ് ആരാണോ ഉണ്ടായിരിക്കുന്നത് അവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ്. അപ്പോ അവരെന്ത് ചെയ്യുന്നു വെച്ചാല് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന എക്സാമിനേഷൻ സെന്ററിലേക്ക് നമ്മളെ കടത്തിവിടും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിലേക്ക് കടത്തി വിടണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വേണം, ഈ പറയുന്ന ഈ ഒരു PDF നമ്മളെ കയ്യിൽ വേണം. ഈ PDF മൊത്തം നമ്മുടെ കയ്യിൽ വേണം. അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിൽ നമ്മുടെ ഫോട്ടോ ഒട്ടിച്ച്, അതായത് നമ്മുടെ ആളെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള കറക്റ്റ് നല്ലൊരു ഫോട്ടോ ഒട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് നമ്മൾ ജസ്റ്റ് സൈൻ ചെയ്യിപ്പിച്ചതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് 7:30 കണക്കാക്കുന്നത്. അതായത് മോർണിംഗ് 7:30, അതായത് 7:30 AM റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ഉദ്യോഗാർത്ഥി അവിടെ എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 20 ഒക്ടോബർ 20 2022 ഈ ഉദ്യോഗാർത്ഥി 7:30 അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഞാൻ വേറെ ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്ന ജസ്റ്റ് ഒരു PDF ഒന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഈ ട്രേഡിന്റെ നെയിമിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ സെയിം തന്നെയാണ്. അപ്പൊ ഓരോരുത്തർക്കും വന്ന അവസാനത്തെ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. അവരുടെ ആ PDF ഞാനൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. അപ്പൊ ഇത് വേറെ ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം കാൻഡിഡേറ്റ് ഫോർ ഡീസൽ മെക്കാനിക് ഇലക്ട്രോണിക്സ്. ഇവിടെ ട്രേഡ് മാറി. അപ്പൊ ട്രേഡ് മാറിയത് കൊണ്ട് നിങ്ങൾക്ക് കാണാം ഇത് ഒക്ടോബർ 21. അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞ ഒക്ടോബർ 20 എന്നുള്ള ഡേറ്റ് ആണ്. ഇത് സമയമൊക്കെ സെയിം തന്നെയാണ്. രാവിലെ 7:30 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ പറയുന്ന നേവൽ ബേസിന്റെ മലബാർ ഗേറ്റിന്റെ അടുത്തുള്ള സ്റ്റാഫിന്റെ അടുത്ത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡിന് എന്താണ് ഒരു ദിവസം എന്നുള്ള ലെവലിലാണ് വരുന്നത്. എല്ലാവർക്കും ഒരേ ദിവസമല്ല. ഒരു നിശ്ചിത ഗ്രൂപ്പിൽ വരുന്ന ട്രേഡിന് ഒരു നിശ്ചിത ദിവസം എന്നുള്ള ലെവലിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ ട്രേഡിനാണെങ്കിലും സെയിം കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ PDF നോക്കുക. അതോടൊപ്പം തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് വെച്ചാൽ ഇപ്പോഴേ റെഡിയാക്കി വെക്കുക, അവസാന തീയതിയിലേക്ക് വെക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ആ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങള്. പിന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം ഇവിടെ ഉണ്ടായിരിക്കും. 7:30 എല്ലാ വിദ്യാർത്ഥികളും റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഡേറ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന PDF എന്താണ് ഈ അവസാനത്തെ ഡേറ്റ് എന്താണ് കൊടുത്തത്, ആ ഡേറ്റിലാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്തത് റിപ്പോർട്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മാക്സിമം എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആരെങ്കിലും ഇതിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്